സെന്റ് മാർത്ത സ്പെഷ്യൽ സ്കൂൾ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ പ്രവൃത്തി എന്തു തന്നെയായാലും അത് മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവിൻ. സെന്റ് മാർത്ത സ്പെഷ്യൽ സ്കൂളിന്റെ തുടക്കം 2005 ജൂൺ 6-ാം തീയതി സെന്റ് മാർത്താസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയുടെ കീഴിൽ സെന്റ് മാർത്ത സ്പെഷ്യൽ സ്കൂളിന് തുടക്കം കുറിച്ചു. അന്ന് 8 കുട്ടികളും 2 അധ്യാപകരുമായാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 19 വർഷങ്ങൾ പിന്നിടുമ്പോൾ 155 കുട്ടികളും 39 ജീവനക്കാരുമായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠന പരിശീലനത്തിനായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇതിൻ്റെ പ്രവർത്തനം തുടരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസിയുടെ നേതൃത്വത്തിൽ 15 സ്പെഷ്യൽ ടീച്ചേഴ്സാണ് ബുദ്ധിവൈകല്യം, ഓട്ടിസം, സെർവൽ പാൾസി, ഡൗൺ സിൻഡ്രം, ബഹുമുഖ വൈകല്യം തുടങ്ങിയ വ്യതിരിക്ത വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠന പരിശീലനം നൽകുന്നത്. പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ തുടങ്ങിയ ക്ലാസ്സുകളിലായി എഴുത്ത്, വായന, ഗണിതം, കുട്ടികളുടെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമുള്ള പരിശീലനം എന്നിവ നൽകി വരുന്നു. 2 വൊക്കേഷണൽ ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കായി തിരി, സോപ്പ്, കേക്ക് എന്നിവയുടെ നിർമ്മാണം, ഒപ്പം പച്ചക്കറി കൃഷിയും നടത്തുന്നു. ഫിസിയോതെറാപ്പി. ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 2 ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ മുഴുവൻ സമയ സേവനം ഇവിടെ ലഭ്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമതയും പ്രവർത്തനപരമായ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യക്തിപരമായ തെറാപ്പികളും ഇടപെടലുകളും നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഫിസിയോതെറാപ്പി വിഭാഗം ഈ ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. സെർവൽ പാൾസി, ഹെമിപ്ലീജിയ, മസിൽ വീക്ക്നെസ് തുടങ്ങിയ ശാരീരിക പ്രശ്നമുള്ള 65 കുട്ടികൾക്ക് വ്യക്തിഗതമായും ഗ്രൂപ്പായും ക്ലാസ് അടിസ്ഥാനത്തിലും തെറാപ്പികൾ കൊടുത്തു വരുന്നു. സ്പീച്ച് തെറാപ്പി. നമ്മുടെ സ്കൂളിലെ പല കുട്ടികൾക്കും സംസാര ഭാഷാ വൈകല്യമുള്ളതിനാൽ സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യകത വളരെ വലുതാണ്. ഓരോ കുട്ടിയുടെയും ആവശ്യമനുസരിച്ച് വ്യക്തിഗതമായും ഗ്രൂപ്പായും തെറാപ്പി നടത്തി വരുന്നു. സെർവൽ പാൾസി, ഓട്ടിസം എന്നീ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പിക്ചർ കമ്മ്യൂണിക്കേഷനും ആവാസ് ആപ്പ് ഉപയോഗിച്ചുള്ള ട്രെയിനിങ് നടത്തപ്പെടുന്നു. സംസാരത്തിൻ്റെ വ്യക്തത കൂട്ടുക, ലിപ്സ് ആൻഡ് ജോ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുക, ഓറൽ സെൻസറി ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക, കുട്ടികളുടെ ഉച്ചാരണം മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓറൽ പ്ലേസ്മെൻറ്റ് തെറാപ്പിയും നടത്തി വരുന്നു. ഒക്കുപേഷണൽ തെറാപ്പി. ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. സെൻസറി പ്രോബ്ലമുള്ള ഓട്ടിസം കുട്ടികൾക്ക് നൽകേണ്ട പരിശീലനത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നിർദ്ദേശം നൽകുന്നു. തെറാപ്പികളുടെ വീഡിയോ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുകയും മാതാപിതാക്കൾ വീട്ടിൽ നൽകുന്ന പരിശീലനം തെറാപ്പിസ്റ്റിന് വീഡിയോയായി അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ബിഹേവിയർ തെറാപ്പി. 2 ആഴ്ചയിലൊരിക്കൽ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. പെരുമാറ്റ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവരുടെ മാതാപിതാക്കളോട് ചർച്ച ചെയ്ത ശേഷം കുട്ടികൾക്ക് സ്കൂളിലും വീട്ടിലും നൽകേണ്ട പരിശീലനത്തെക്കുറിച്ച് തെറാപ്പിസ്റ്റ് നിർദ്ദേശം നൽകുന്നു. ആഴ്ചയിലൊരിക്കൽ ഒരു ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. കായിക രംഗം. കായിക അധ്യാപകൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും കാലിസ്തെറ്റിക് എക്സസൈസും വാമിംഗ് അപ്പ് എക്സസൈസും നൽകി വരുന്നു. കൂടാതെ അത്ലറ്റിക്സിൽ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. ബാൻഡ് സാറിൻ്റെ നേതൃത്വത്തിൽ ബാൻഡ്, ചെണ്ട, ഓർഗൻ എന്നിവയിൽ പരിശീലനം നൽകി വരുന്നു. ഒരു നേഴ്സിൻ്റെ മുഴുവൻ സമയ സേവനവും ഇവിടെ ലഭ്യമാണ്. 6 ആയമാരാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. ഓഫീസിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 2 ഓഫീസ് സ്റ്റാഫും ഇവിടെ പ്രവർത്തിക്കുന്നു. കൂടാതെ 2 ഡ്രൈവർമാർ, സെക്യൂരിറ്റി എന്നിവരുമുണ്ട്. രാവിലെ അസംബ്ലിയോടുകൂടി ക്ലാസുകൾ ആരംഭിക്കുന്നു. അസംബ്ലിയെ തുടർന്ന് കുട്ടികൾ മാർച്ച് പാസ്റ്റായി കോമ്പൗണ്ടിൽ നടക്കുന്നു. വരിവരിയായി ക്ലാസ്സുകളിലേക്ക് പോകുന്നു. കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാഥമിക കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്യുന്നതിനാവശ്യമായ പരിശീലനം, എഴുത്ത്, വായന, ഗണിതം എന്നിവയുള്ള പരിശീലനം, ലൈംഗിക വിദ്യാഭ്യാസം എന്നിവയും നൽകി വരുന്നു. SCRT തയ്യാറാക്കിയ പാഠ്യപദ്ധതി പ്രകാരം ഭാഷാ നൈപുണി, ഗണിത നൈപുണി, പരിസര നൈപുണി, ആരോഗ്യ ജീവിത നൈപുണി, പ്രാഥമിക ഗാർഹിക തൊഴിൽ നൈപുണി എന്നിങ്ങനെ
8 മേഖലകളിലായി കുട്ടികൾക്ക് പാഠ്യപദ്ധതി പ്രകാരം ക്ലാസ് നൽകുന്നതോടൊപ്പം കുട്ടികളുടെ നിലനിർണ്ണയം നടത്തി ഗോളുകൾ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. കൂടാതെ ഓരോ കുട്ടിക്കും വ്യക്തിപരമായ ഗോളുകളിൽ പരിശീലനം നൽകുകയും 3 മാസത്തിലൊരിക്കൽ മാതാപിതാക്കളും തെറപ്പിസ്റ്റും ക്ലാസ് ടീച്ചറും ചേർന്ന് വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നു. എല്ലാ മാസവും പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ അധ്യാപകർ യോഗം ചേരുകയും കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൈപുണ്യ മേഖലകളിൽ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്ത് ഒപ്പം കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ചും ചർച്ച നടത്തുന്നു. ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി പ്രൈമറി, സെക്കൻഡറി ക്ലാസ്സിലെ കുട്ടികൾ ചായക്കടയിൽ പോയി ചായ കുടിച്ചു. കൂടാതെ പ്രീ പ്രൈമറിയിലെ കുട്ടികളെ വളർത്തുമൃഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കാർമലാശ്രമത്തിൽ പോയി പശു, ആട്, മുയൽ, കോഴി, താറാവ് എന്നീ ജീവികളെ നിരീക്ഷിച്ചു. പ്രവേശനോത്സവം പുതിയ അധ്യയന വർഷം ജൂൺ 3-ാം തീയതി പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. പ്രവേശനോത്സവത്തിനായി അധ്യാപക, അനധ്യാപകർ ചേർന്ന് സ്കൂളും പരിസരവും അലങ്കരിക്കുകയും അന്നേ ദിവസം സ്കൂൾ മാനേജർ സിസ്റ്റർ സോസി എബ്രഹാം തിരിതെളിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ ഡോക്ടർ സി ലെനിൻലാൽ ആശംസ പ്രസംഗം നടത്തി. പുതിയ കുട്ടികളെ മെഡൽ നൽകി സ്വീകരിച്ചു. ദിനാഘോഷങ്ങൾ ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുകയും ഓരോ ക്ലാസ്സിന് പരിപാലിക്കുന്നതിനായി ഒരു ഇൻഡോർ ചെടി എല്ലാ അധ്യാപകർക്കും നൽകുകയും ചെയ്തു. ജൂൺ 21-ാം തീയതി VTCയുടെ നേതൃത്വത്തിൽ പായസം ഫെസ്റ്റ് നടത്തുകയുണ്ടായി. ജൂൺ 26-ാം തീയതി ലഹരി വിമുക്ത ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലുകയും സ്കൂൾ കോമ്പൗണ്ടിൽ റാലി നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14-ാം തീയതി കുട്ടികളെല്ലാവരും പ്രത്യേകം വസ്ത്രം ധരിച്ചു വരികയും മാർച്ച് പാസ്റ്റ് നടത്തുകയും തുടർന്ന് എല്ലാ കുട്ടികളും ചേർന്നുള്ള ഗ്രൂപ്പ് ഡ്രിൽ നടത്തുകയും ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മലയാളി മങ്ക, മാവേലി എന്നിവരെ ക്ലാസ് അടിസ്ഥാനത്തിൽ ഒരുക്കുന്ന മത്സരവും ഉണ്ടായിരുന്നു. ഓണസദ്യ നടത്തി കുട്ടികൾക്കെല്ലാവർക്കും സമ്മാന വിതരണം ചെയ്തു. അധ്യാപകരുടെ ഓണാഘോഷം നടത്തി. സെപ്റ്റംബർ 27-ാം തീയതി കുട്ടികളും അധ്യാപകരും ചേർന്ന് APJ അബ്ദുൽ കലാം പാർക്കിലേക്ക് ഒരു ഏകദിന ടൂർ നടത്തുകയുണ്ടായി. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജയത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് സന്ദേശം നൽകുകയും ഒരു നൃത്തശില്പം സംഘടിപ്പിക്കുകയും ഗാന്ധിജിക്ക് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ശിശുദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നവംബർ 7-ാം തീയതി സെന്റ് മാർത്ത കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ മദർ ലില്ലിയൻ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി. കുട്ടികളുടെ ജന്മദിനങ്ങൾ ആഘോഷിച്ചു വരുന്നു. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ, AJ കോളേജ് BSc വിദ്യാർത്ഥികൾ, മരിയൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ എന്നിവർ സ്കൂളിൽ വിസിറ്റ് ചെയ്യുകയും കുട്ടികളോടൊപ്പം വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. വാർഷിക ആഘോഷം 2023-24. സ്കൂളിന്റെ വാർഷികം മാർച്ച് 2-ാം തീയതി ശ്രീ തോമസ് മാമൻ SMC ചെയർമാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഡോക്ടർ ലെനിൻലാൽ ആശംസ അർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ പാട്ട്, ഡാൻസ്, ഫാൻസി ഡ്രസ്, മൈം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അന്നത്തെ വാർഷികത്തിന് മാറ്റുകൂട്ടി. മാതാപിതാക്കൾക്കായുള്ള മീറ്റിങ്ങുകളും ക്ലാസുകളും. മാതാപിതാക്കളുടെ ശാക്തീകരണം ഈ സ്ഥാപനത്തിന്റെ ഒരു ലക്ഷ്യമാണ്. മാതാപിതാക്കൾക്ക് ജൂൺ 8-ാം തീയതി പോസിറ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീകുമാർ സാർ ക്ലാസ് എടുത്തു. സെപ്റ്റംബർ 7-ാം തീയതി കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന വിഷയത്തിൽ ഡോക്ടർ സിനി റെജി HOD ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ ക്ലാസ് എടുക്കുകയുണ്ടായി. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ആരോഗ്യകാര്യങ്ങൾ വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി പാലിയം ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പീഡിയാട്രീഷ്യൻ, ഡെന്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ് എന്നിവരുടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അധ്യാപകരുടെ ശാക്തീകരണത്തിനായി 2 ദിവസത്തെ CRE പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഓട്ടിസം കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കായി DTT ട്രെയിനിങ്ങും നടത്തി. സ്കൂളിന്റെ ഇതര പ്രവർത്തനങ്ങൾ. കുട്ടികൾക്കായുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് മാതാപിതാക്കളെ നിരന്തരം ബോധിപ്പിക്കുകയും അതിനായി വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. കുട്ടികളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ജൂലൈ 9-ാം തീയതി 39 കുട്ടികൾക്ക് സ്കൂളിൽ വച്ച് മസ്റ്ററിംഗ് നടത്തുകയുണ്ടായി. ലയൺസ് ക്ലബ്, ബിഗ് FM, സിഫി തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന സ്പെഷ്യൽ കുട്ടികൾക്കുള്ള കലാകായിക മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും സമ്മാനം നേടുകയും ചെയ്യുന്നു. പെർക്കിൻസ് ഇന്ത്യ ഓപ്പറേഷൻ ഹെഡ് ശ്രീമതി ജാനകി ജീവ ഡിസംബർ 13-ാം തീയതി നമ്മുടെ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ തെറാപ്പികൾക്കും
പരിശീലനത്തിനും പരിചരണത്തിനും സ്നേഹത്തിനും എല്ലാ അധ്യാപക അനധ്യാപകരും പങ്കുവഹിക്കുന്നു. സമീപ പഞ്ചായത്തുകളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നുള്ളവർ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ള രക്ഷിതാക്കൾക്കും ഈ സ്ഥാപനം അഭയവും ആശ്വാസമായി മാറുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ദൈവം സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.